ആഭരണം എടുക്കണോ ഡ്രസ്സ് എടുക്കണോ? ആകെ 1.5 കിലോ മറ്റേ കുട്ടി ഇത് മാത്രമേ ഉള്ളൂ. ഇതെവിടെയൊക്കെ രാവിലെ ഒരുങ്ങി കെട്ടി? ഞാൻ കണ്ടിട്ട് ഒരുങ്ങി കെട്ടിയ പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ഞാൻ എന്തെങ്കിലും മുഖത്തിട്ടിക്കോ? ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ ഒരുങ്ങി കെട്ടിയാവുക? ആകെ 1.5 കിലോ മറ്റേ കുട്ടി ഇത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ എങ്ങോട്ടാണ് യാത്ര? അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല. നമ്മളെ യാത്ര എപ്പോഴും പ്ലാനിങ് ഇല്ലാത്തതാണല്ലോ. അതുകൊണ്ട് ഇന്നും വലിയ പ്ലാനൊന്നും ഇല്ല. അങ്ങ് പോവുക തന്നെ. എവിടെ വരെ പോകാൻ പറ്റുമോ അവിടെ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ. അങ്ങനെ ഇന്നും ഒരു പ്ലാനിങ് ഇല്ലാത്ത യാത്രയിലാണ് ഞങ്ങൾ. എപ്പോഴും പ്ലാനിങ് ഇല്ലാത്ത യാത്ര. അത് പറഞ്ഞു നിങ്ങൾക്ക് ചിലപ്പം മടുത്തിച്ചേ. എനിക്ക് മടുത്തിക്കില്ലല്ലോ, കാണുന്ന നിങ്ങൾക്ക് ചിലപ്പം മടുത്തിട്ടുണ്ടോ. അതുകൊണ്ട് പ്ലാനിങ് ഇല്ലാത്തൊരു യാത്രയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങൾ ബന്ദിപ്പൂര് ഫോറസ്റ്റിലേക്ക് കയറുകയല്ല നമ്മള്. ആദ്യം വലിപ്പം നേരെ പോയത്ത് മൈസൂരല്ലേ, ഗുണ്ടൽപേട്ട അല്ലേ. അവിടെ നമുക്ക് സൂര്യകാന്തിനെ കാണണം. മാമിനൊക്കെ സൂര്യകാന്തി ചേച്ചിനെ കണ്ടിട്ടില്ലെങ്കിൽ ഓൽക്ക് ചിലപ്പോൾ നമ്മളോട് ഇതായാലോ. അപ്പൊ ഇന്ന് ഞങ്ങൾ രാവിലെ ഒരു 4 മണി 4:30 ഒക്കെ ആവുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. 4 മണിക്ക് ഇറങ്ങാനുള്ള കാരണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മൾ മൈസൂരോ അല്ലെ ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ ഉള്ള ഒരു ഏർലി മോർണിംഗ് യാത്രയുണ്ട്. അപ്പൊ ഭയങ്കര രസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്കാണ് നമ്മളെ ബോർഡർ ഓപ്പൺ ആവുക. രാത്രി 9 മണിക്ക് ക്ലോസ് ആവും. അപ്പൊ രാവിലെ 6 മണിക്ക് ഓപ്പൺ ആയ ഉടനെ അല്ലെങ്കിൽ ഒരു 7 മണിയൊക്കെ ആകുന്ന സമയത്ത് ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റിലുള്ള കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ സൂര്യകിരണങ്ങളൊക്കെ ഈ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ, അല്ലെങ്കിൽ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെയും ഈ മരച്ചില്ലകളുടെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ഫീലാണ് അതിന്. അത് ശരിക്കും എനിക്ക് വിഷ്വലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ പറഞ്ഞു തന്നാലോ ചിലപ്പോൾ ഒരു പക്ഷെ മനസ്സിലാവണമെന്നില്ല. പക്ഷെ അത്രയും അടിപൊളി ഫീലാണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ സത്യത്തിൽ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ 4 മണിക്ക് ഇറങ്ങി ഒരു 5 മണിയൊക്കെ 5:30 ആകുമ്പോഴൊക്കെ തന്നെ ഞങ്ങൾ വയനാട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ കുറച്ചധികം വർക്കുള്ളത് കാരണം ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വയനാട് എത്തിയപ്പം തന്നെ ഉറക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി സൈഡാക്കി കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. പിന്നെ എണീക്കുമ്പോൾ ഏകദേശം ഒരു 8 മണിയായപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീട്ടിൽ സൂര്യനൊക്കെ വന്ന് അപ്പൊ ഞങ്ങൾ വീണ്ടും പിന്നെ യാത്ര തുടങ്ങി. അപ്പൊ യാത്ര ഇതിപ്പം അപ്പൊ എങ്ങോട്ടേക്കാണെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഒന്നും ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല. വണ്ടി എടുത്ത് ഞങ്ങളിങ്ങനെ ഇറങ്ങി. അപ്പം ഇനി എത്ര ദൂരം നമുക്ക് സത്യം പറഞ്ഞാൽ രാത്രിയാണ് നമുക്ക് ഇങ്ങനെ പോയാലോ എന്നുള്ളൊരു തോന്നല് തോന്നിയത്. കുറേ ദിവസമായി ഇങ്ങനെ സ്ട്രെസ്സിൽ ഇങ്ങനെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നമ്മളെ ഷോപ്പിന്റെ ഇനാഗ്രേഷൻ ഒക്കെ അനുബന്ധിച്ച് കുറെ വർക്കുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് വർക്കിന്റെ ഇതിൽ തന്നെ ആയിരുന്നു. അപ്പം വേറൊരു ആക്ടിവിറ്റീസിനല്ല, വേറെ പുറത്ത് ഈവൻ ഒരു സിനിമ കാണാൻ പോലും ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇന്നലെ പെട്ടെന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു 12 മണിയായി കാണും അല്ലേ. 12 മണിയൊക്കെ കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഒരു ബോധോദയം വന്നു, എവിടെയെങ്കിലും പോയാലോ. അതെ, അപ്പൊ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ്. അപ്പം നോക്കുന്ന സമയത്ത് ഈ ഏപ്രിൽ എന്ന് പറയുന്ന സമയത്ത് സൗത്ത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഭയങ്കര ചൂടായിരിക്കും. നോർത്തിലും പിന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചൂട് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ മണാലി ആ ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യം നമ്മൾ ആദ്യം ട്രെയിനിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ട്രെയിനൊക്കെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫുള്ളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കാർ തന്നെ എടുത്ത് പോവാനൊക്കെയുള്ള പ്ലാൻ ആക്കി. നിലവിൽ നമ്മൾ പ്ലാൻ എടുക്കുന്നത് 1 മണിക്ക് ശേഷമാണെന്ന് മാത്രം. രാത്രി 1 മണിക്ക് ശേഷമാണ് ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തത്. പുലർച്ചെ 1 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഈ പ്ലാനുകളെല്ലാം തയ്യാറാക്കിയത്. പ്ലാൻ മീൻസ് കാർ പോവാന്നുള്ള പ്ലാൻ. അതെ. അപ്പൊ ഇന്നത്തെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ നേരെ മൈസൂരേക്ക് പോകുന്നു. അവിടുന്ന് ഹനുമന്ത് പുലാവ് കഴിക്കുന്നു. അതില്ലാത്ത പരിപാടിയില്ല. കാരണം ആ റൂട്ടിൽ പോകുന്ന സമയത്ത് എപ്പോഴും നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ് ഹനുമന്ത് പുലാവ് എന്ന് പറയുന്നത്. അപ്പം ബാംഗ്ലൂർ ഇന്ന് ഓൾമോസ്റ്റ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റേ ആയിരിക്കും. ബാംഗ്ലൂർ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് രാത്രി വേണം തീരുമാനിക്കാൻ നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ളത്. എന്തായാലും വലിയ യാത്രയല്ല, ഒരു 2-3 ദിവസത്തെ ചെറിയൊരു യാത്രയാണ്. അപ്പം എവിടേക്കാണ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. അതെ, മാക്സിമം നമ്മൾ ഈ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. Insta360ന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്.
അതിലും ജസ്റ്റ് ഇപ്പോൾ ഒരു 1-2 വിഷ്വൽസ് നമ്മൾ എടുത്തിട്ടുള്ളൂ, 1-2 ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുള്ളൂ. വീണ്ടും ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളത് യൂസ് ചെയ്ത് വിഷ്വൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും. അതെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതെ, അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അതാ ഗുണ്ടൽപേട്ടുള്ള ഫസ്റ്റ് ടോളിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ നമ്മൾ. കാറ്, ജീപ്പ്, വാന്, വൺ സൈഡ് 70, വൺ സൈഡ് അല്ല 2 സൈഡ് 70 അല്ലേ, വൺ സൈഡ് 35. അങ്ങനെ ഞങ്ങൾ ഒരു പേരൊക്കെ വാങ്ങി. ഉള്ളു മധുരല്ല, പിന്നെ എരിപ്പൊക്കെ ഉള്ളതിനോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം വാങ്ങിയതിനെ കൊണ്ട്. അപ്പം നമ്മൾ കുറേ നേരമായിട്ട് യാത്ര ചെയ്യല്ലേ, അപ്പം നല്ല ചൂട്. ഇവിടെ എത്രയാ 33 എങ്ങാനോ അല്ലേ, ചൂട് ഭയങ്കരമാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് കരിക്ക് കുടിക്കാൻ. അപ്പം കരിക്ക് കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴോ 60 റുപ്യ. നമ്മളെ വണ്ടി അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് അല്ലേ, വണ്ടി വെയിലും കൊണ്ട് കിടക്കുന്നു. ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്യണം, അതിന് കുളിപ്പിക്കാൻ കയറ്റണം എന്തിനെ വണ്ടീനെ. അങ്ങനെ ഞങ്ങളിതാ ബാംഗ്ലൂർ എത്തി. ഞങ്ങൾ എയർബിഎൻബി വഴിയാണ് റൂം ബുക്ക് ചെയ്തത്. പക്ഷേ എയർബിഎൻബിയിൽ കണ്ട പോലെ ഒന്നുമില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ എടുക്കൂലേ അതുപോലെ ഏകദേശം 3000 അടുത്തുണ്ട് അല്ലേ ഇതിന്. ആ ഒരു അടുത്ത് റേഞ്ച് വരുന്നുണ്ട്. നമ്മളൊരു ഫ്ലാറ്റ് സോഫ ബെഡ് ആക്കാൻ പറ്റുന്നത് അല്ല, അതങ്ങനെ തന്നെ ഉള്ളൂ. പിന്നെ റൂം, അത് പിന്നെ വാഷ്റൂം, കിച്ചൺ ആയിട്ട് റൂം എന്ന് പറയുന്നത്. TV ഉണ്ട്. എന്തൊക്കെയുള്ളത്? TV ഉണ്ട്, ടിവിയിൽ നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, പ്രൈം വീഡിയോസ് ഉണ്ട്, ജിയോ ഹോട്ട്സ്റ്റാർ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, സോണി ലൈവ് ഉണ്ട്. പിന്നെ ഇവിടെ പിന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്. വാർഡ്രോബിൽ സാരൊക്കെ ഒടിച്ചതാ. പിന്നെ 2 പ്ലേറ്റും സ്പൂണൊക്കെ ഉണ്ട് ഇവിടെ. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോകാം അല്ലേ. യെസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തൊട്ടടുത്തൊരു മാളുണ്ട്. നമുക്ക് ആ മാളിലൊന്നും ആദ്യം പോയാലോ? എനിക്ക് ഡ്രസ്സ് എടുക്കണം. അതാണ് ഇവരുടെ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഡ്രസ്സ് എടുത്ത് തരണമെന്ന് ഞാൻ പറഞ്ഞിക്കല്ലേ. എടുത്തില്ല, ഞാൻ ആദ്യം കഴിക്കും. അപ്പം നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ബാംഗ്ലൂർ ചുമ്മാ ഒന്ന് ചുറ്റി കറങ്ങി കണ്ട് തിരിച്ചു പോരാ അല്ലേ. ചുമ്മാ കണ്ട് കറങ്ങിയാ പോരാ, പറഞ്ഞ സാരം ആയിത്തരും. ഇൻസ്റ്റ എടുക്കണ്ടല്ലോ. ഇതാണ് ഇൻസ്റ്റൻ്റെ ഇതാണ് ഇവള് പറഞ്ഞ ഇൻവിസിബിൾ സ്റ്റിക്ക്. ഇൻവിസിബിൾ ബഡി അല്ലേ. ഓക്കെ, അപ്പം പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം. യെസ്. അല്ല, നമ്മൾ ഓർഡർ ചെയ്തപ്പോഴേ കുറച്ച് തോനുണ്ടായിരുന്നല്ലോ അതിനകത്ത്. ഫോട്ടോയില് കണ്ടപ്പോ അല്ലേ, ഇതിൽ കുറഞ്ഞു പോയില്ലേ? 4 ഉള്ളൂ. 4 ആ 4 ഒന്നിലും അതിനകത്ത് തന്നെ കുറെ ഉണ്ടായിരുന്നു. പരസ്യം കണ്ടിട്ട് വാങ്ങരുത് പറയുന്നതാണ്. എന്തായാലും എൻ്റെ ഇന്നത്തെ ഫുഡ് ഇതാണ്, മോമോസ്. നിങ്ങൾക്കുള്ള ഫുഡ് വേറെ വരുന്നില്ലേ? 2 പെപ്സി, 8 മോമോസ് അല്ലേ. നടക്കട്ടെ. അഭിപ്രായം പറയണ്ടേ തിന്നിട്ട്? ആലോചിച്ചിട്ട് പറയല്ല, കറക്റ്റ് പറയും. ഇറങ്ങണ്ടേ, ടേസ്റ്റ് ഇവിടെ എത്തുമ്പോ കിട്ടൂലല്ലോ. പിന്നെ നാമല്ല ടേസ്റ്റ് അറിയാം. ഐ മീൻ ഇവിടെ ഇടുമ്പത്തേക്ക് തന്നെ കിട്ടൂലല്ലോ. അഭിപ്രായം പറയും. സോസിന് നല്ല എരിവുണ്ട്. ഭയങ്കര അഭിപ്രായമായി പോയി. ഞാൻ വെജാ വാങ്ങിയ, അതിനോട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കഴിച്ചു വീഡിയോ ഇട്ട് ചെയ്യാതെ പറയില്ലല്ലോ. വീഡിയോ ആണല്ലോ പറഞ്ഞേ. അല്ല, നിങ്ങൾ ക്യാമറ അങ്ങനെ പിടിച്ചല്ല, ഫോൺ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ വെച്ചോ. എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് ഇതെന്തെന്നാ? ഇത് ജസ്റ്റ് സാലഡ്. ഇത് മോള് മൊത്തം ചിക്കൻ ആണല്ലോ. അത് ചിക്കൻ സാലഡാണ്. ഡയറ്റ് അതിനെക്കൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.